ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സുലേഖ എഴുതിയിരിക്കുന്ന മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സുലേഖ, 45 വയസ്സുണ്ട്. മാഡം, അവിചാരിതമായി ചേട്ടൻ്റെയും അനിയൻ്റെയും ഭാര്യയാകേണ്ടി വന്ന ഒരു സ്ത്രീയാണ് ഞാൻ. ശരിക്കും ചേട്ടനാണ് എന്നെ കല്യാണം കഴിച്ചത്. പക്ഷേ അനിയൻ്റെ കൂടെയും എനിക്ക് ജീവിക്കേണ്ടി വന്നു. അതിന് കാരണം ചേട്ടനും അനിയനും തമ്മിൽ 4 വയസ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അനിയൻ എൻ്റെ സെയിം പ്രായമാണ്. ഞാനും ഭർത്താവും തമ്മിലുള്ള ജീവിതം തുടങ്ങിയപ്പോൾ തന്നെ കല്ലുകടികളായിരുന്നു. അദ്ദേഹത്തെ കാണാൻ കൊള്ളാമെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗയോഗ്യമല്ലാത്ത ഒരാളായിരുന്നു. സ്വഭാവവും അത്ര ശരിയൊന്നുമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമാറാനൊന്നും ശരിക്കറിയില്ല. എന്തൊക്കെയോ ചെറിയൊരു പ്രശ്നം ബുദ്ധിക്കുള്ളതുപോലെ എനിക്ക് തോന്നി. പക്ഷേ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല വിദഗ്ധനാണ്. എങ്കിലും സ്നേഹം പ്രകടിപ്പിക്കാനൊന്നും അറിയില്ല മാഡം. അദ്ദേഹത്തിൻ്റെ അമ്മ എന്നെ ഒത്തിരി സഹായിച്ചു. മോളെ, സാരമില്ല, ആണുങ്ങളുടെ ബുദ്ധിയൊക്കെ ഉണർത്തിയെടുക്കേണ്ടത് സ്ത്രീകളാണ്. മോള് ഒന്നാഞ്ഞ് പരിശ്രമിക്കൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ എത്ര ഉണർത്തിയിട്ടും ഒന്നും ഉണർന്നില്ല. ബുദ്ധിയും ഉണർന്നില്ല. ഒരു ചുക്കും ചുണ്ണാമ്പും ഞാനങ്ങ് കണ്ടതുമില്ല. പോകെ പോകെ യാന്ത്രികമായ ചില കാര്യങ്ങളിൽ കൂടി ഞാൻ കടന്നുപോയി. 1-2 വർഷം കഴിഞ്ഞപ്പോഴേക്കും എന്താ കുട്ടികൾ ഉണ്ടാകാത്തത്, എന്താ ഉണ്ടാകാത്തത് എന്നുള്ള രീതിയിൽ ആളുകൾ ചോദിക്കാൻ തുടങ്ങി. ഞാൻ എന്ത് ചെയ്യാനാ മാഡം? എന്തെങ്കിലും കർമ്മങ്ങൾ ശരിക്കും പദ്ധതിയായി നടപ്പിലാക്കിയെങ്കിലല്ലേ എനിക്ക് പറയാൻ പറ്റൂ. പക്ഷേ ഇത് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുക? അമ്മായിമ്മേനോട് അന്നാണ് വിശദമായിട്ട് ചോദിക്കുന്നത്. മോളെ, നീ ഉണർത്തിയിട്ടും അവൻ്റെ ബുദ്ധി ഉണർന്നില്ലേന്ന്. ഞാൻ പറഞ്ഞു, ഞാനല്ല, ഇനി സാക്ഷാൽ ദൈവം തമ്മിൽ നേരി വന്നിട്ട് ഉണർത്തിയെടുത്താലും ഒരു ഗുണവും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മയെന്ന് പറഞ്ഞു. അന്നാണ് അമ്മായിമ്മയ്ക്ക് യഥാർത്ഥ ഗുണം തിരിച്ചറിഞ്ഞത്. അമ്മായിമ്മ അന്ന് എൻ്റെ ഭർത്താവിനെ വിളിച്ച് പൂരത്തേറി പറഞ്ഞു, എടാ, നീ എന്തിനാണ് ഇവളെ കല്യാണം കഴിച്ചത്? എന്ത് കാര്യത്തിന്? പെണ്ണ് കെട്ടാൻ വേണ്ടി നീ ഓടി നടക്കുകയായിരുന്നല്ലോ. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്തിനാണ് ഈ പെണ്ണിൻ്റെ ഭാവി നശിപ്പിച്ചത് എന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. എൻ്റെ ഭർത്താവ് ഒന്നും മിണ്ടാതെ നിന്നു. അങ്ങേർക്ക് ഒന്നും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴേക്കും എന്നോട് ചോദിച്ചു, എന്താ അമ്മ പറഞ്ഞത്? എന്തെങ്കിലും പുതുതായിട്ടുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, നേരത്തെ എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. പിന്നെ എങ്ങനെയാണ് പുതിയ കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാൻ പറ്റുന്നത്? നിങ്ങൾ പഠിച്ചു വാ, സാധാരണ ആണുങ്ങളല്ലേ ഇതിനൊക്കെ മുൻകൈ എടുക്കേണ്ടത് എന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി പിന്നെയും അവിടെ പന്തം കണ്ട് പെരിച്ചാഴിയെ പോലെ നിന്നതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. ആ സമയത്താണ് അനിയനും കല്യാണാലോചനകൾ നടക്കുന്നത്. ആ സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു, മോളെ, ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം. നിനക്ക് നിൻ്റെ ഭർത്താവിനെ കൊണ്ട് ഗുണം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. അവന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടെ അന്വേഷിച്ച് നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. കാണാൻ സുന്ദരനാണെങ്കിലും സുന്ദരിയായ നീ വരുമ്പോൾ അവൻ്റെ മന്തിപ്പൊക്കെ മാറുമെന്ന് ഞങ്ങളും കരുതി. അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി മോളെ. നിന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അമ്മായിമ്മ എന്നെ ചേർത്ത് നിർത്തി കരഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ വിഷമിക്കണ്ട, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാമെന്ന്. അപ്പം അമ്മായിമ്മ പറഞ്ഞു, അഡ്ജസ്റ്റ് ചെയ്യരുത്. ജീവിതം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതല്ല. ഒത്തിരി കാലം കഴിയുമ്പോഴേക്കും മോൾക്ക് മടുക്കും. അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ പിരിഞ്ഞു പോകും. എൻ്റെ മകൻ ഈ മന്ദിപ്പം കൊണ്ട് ഒറ്റയ്ക്കുമാകും. അതോർക്കുമ്പോൾ എനിക്ക് പേടിയാണെന്ന്. ഞാൻ പറഞ്ഞു, അമ്മേ, സാരമില്ല, ഞാൻ പുള്ളിക്കാരനെ ഇട്ടിട്ട് എങ്ങും പോകില്ലെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, ഒരു പെണ്ണെന്നുള്ളത് എനിക്ക് നിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം മോളെ. ഇപ്പോഴാണ് ശരിക്കും അറിഞ്ഞത്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുകയാണ്. എൻ്റെ ഇളയ മകനെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കുന്നില്ല. പിന്നമ്മ എന്ത് ചെയ്യാൻ പോകുന്നു? അവനിവിടെ നിൽക്കട്ടെ. അവൻ നിൻ്റെ ഭർത്താവായിട്ട് ഇനി നടക്കുന്നതായിരിക്കും നല്ലതെന്ന് അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, ഞാൻ തീരുമാനിച്ചു. എടി, ഇവനെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ഞാൻ ഇനി ഒരു പെണ്ണിനെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാകുള്ളൂ. എൻ്റെ കുടുംബം അടിച്ചു പിരിയും. അതിലും നല്ലത് നിന്റെ ഭർത്താവിനേക്കാൾ സുന്ദരനായ എൻ്റെ ഇളയ മകൻ നിന്റെ ഭർത്താവായിട്ട് അവിടെ നിൽക്കുന്നതാണ് നല്ലത്. നാട്ടുകാർ പറയുമായിരിക്കും ചേട്ടനും അനിയനും ഉണ്ടെന്ന്. പറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല, ചേട്ടനും അനിയനും അല്ലേ, പുറത്തുള്ള ആരുമല്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമൊന്നും സമ്മതിച്ചില്ല. അനിയൻ്റെ ആഗ്രഹം എന്താണെന്ന് അറിയില്ലല്ലോ. അവൻ എന്നോട് നല്ല കൂട്ടായിരുന്നു. പക്ഷേ അമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ പെട്ടെന്ന് സമ്മതിച്ചു. അവന് വേറെ പെണ്ണും വേണ്ട, പിടക്കോഴിയും വേണ്ട, ഒന്നും വേണ്ട. ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണെന്ന് അവൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഞങ്ങൾ ഒരേ പ്രായമാണെങ്കിലും ചേച്ചി എന്നായിരുന്നു അവൻ എന്നെ വിളിക്കുന്നത്. അവൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ അമ്മ പറഞ്ഞു, എടി, ഒരു പ്രശ്നവുമില്ല, പുറത്ത് പ്രശ്നങ്ങളുണ്ടാകും, നമ്മളുടെ വീട്ടുകാർക്കിടയിലും പ്രശ്നങ്ങളുണ്ടാകും, അതൊക്കെ അങ്ങ് വിട്ടേക്കുക. തൽക്കാലം കുഴപ്പമൊന്നുമില്ല, തൽക്കാലം ആരും അറിയില്ല, ഈ വീട്ടിൽ മാത്രം നടക്കുന്നൊരു സംഗതിയാണ്. അങ്ങനെ എന്നെ ഒരു ദിവസം അമ്മായിമ്മ തന്നെയാണ് അനിയൻ്റെ മുറിയിലേക്ക് ഒരുക്കി കൊണ്ടുവിട്ടത്. ഒരുക്കിയെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല,
നല്ലൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് പോകാൻ പറഞ്ഞു. കുളിച്ച് റെഡിയായി. അത്രയേ ഉള്ളൂ. എൻ്റെ ഭർത്താവ് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അമ്മയാണത് കൈകാര്യം ചെയ്ത് വിളിച്ച് അടുത്തിരുത്തി പറഞ്ഞു, എടാ നിന്നെക്കൊണ്ട് ഒരു ഗുണവുമില്ല, ഒരു കുട്ടി പോലും ഉണ്ടാകുന്നില്ല. ഇനിയിപ്പോൾ നിന്നെ നോക്കിയിരുന്നിട്ടൊരു കാര്യമില്ല. ഞാൻ ഇങ്ങനൊരു തീരുമാനമെടുത്തു. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും അവൾ അങ്ങോട്ടേക്കായിരിക്കും പോവുക. അതോർത്തോണം. ബാക്കി ദിവസം മാത്രമേ ഭാര്യയുടെ പരിചരണം നിനക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവ് ഒന്നും പറഞ്ഞില്ല, തല കുമ്പിട്ടിരുന്നു. മനസ്സിലായോടാ, ഞാൻ തീരുമാനമെടുത്താണ്. നിനക്കെന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇപ്പോൾ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ആദ്യം ഒന്നും മിണ്ടാതിരുന്നെങ്കിലും പിന്നീട് പറഞ്ഞു, അമ്മ പറഞ്ഞതാണ് ശരി, എൻ്റെ കയ്യിലും എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, അത് നേരെയാക്കാൻ എനിക്ക് പറ്റുന്നില്ലെന്ന്. പിന്നീട് ഹസ്ബൻഡ് എന്നോടൊന്ന് പറഞ്ഞു, സാരമില്ല, എൻ്റെ അനിയൻ തന്നെയല്ലേ, അമ്മ പറഞ്ഞതാണ് കറക്റ്റ്. നമുക്ക് ഈ വീട്ടിൽ ഒന്നിച്ചു കഴിയുമ്പോഴുള്ള സ്നേഹമൊന്നും പുറത്തു പോയി കഴിഞ്ഞാൽ കിട്ടുകയില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ, എന്നും ഒന്നിച്ചു പോകാമെന്ന് പറഞ്ഞു. പിന്നെ അനിയൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അനിയൻ പൊതുവേ സൽസ്വഭാവിയാണ്. എന്ന് വെച്ചാൽ നല്ല മൃദു സ്വഭാവമാണ്. ചേട്ടനോടും നല്ല സ്നേഹമൊക്കെ തന്നെയാണ്. എന്നോടും അവൻ സ്നേഹമായിരുന്നു മാഡം. അന്നാണ് യഥാർത്ഥത്തിൽ ഞാനൊരു മണിയറയിൽ കയറിയതും ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ ഒരാണിൻ്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കുമെന്നും എനിക്ക് മനസ്സിലായതും. 2 പുരുഷന്മാർ എൻ്റെ ജീവിതത്തിലുണ്ട്, പക്ഷേ ഒന്ന് മാത്രമാണ് യഥാർത്ഥ പുരുഷനെന്ന് അന്ന് തിരിച്ചറിഞ്ഞു. അനിയനെ എൻ്റെ യഥാർത്ഥ ഭർത്താവായിട്ട് അംഗീകരിക്കാൻ 10 നിമിഷം പോലും എനിക്ക് വേണ്ടി വന്നിരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ യഥാർത്ഥ ഹസ്ബൻഡ് മൂത്ത ആളാണല്ലോ, അദ്ദേഹത്തോട് കൂടുതൽ കടമകൾ എനിക്കുണ്ട് എന്ന് വിചാരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയത്. 5-6 വർഷക്കാലം ഒരു പ്രശ്നവുമില്ലായിരുന്നു. പിന്നീട് അനിയൻ കല്യാണം കഴിക്കാത്തതെന്താ എന്നുള്ള രീതിയിൽ പല സമ്മർദ്ദങ്ങളും വന്നു. പക്ഷേ അന്നൊരു ദിവസം കുറേ പേരുള്ളപ്പോഴാണ്. അപ്പോൾ അമ്മായിമ്മ തന്നെയാണ് പറഞ്ഞത്, ഇനിയിപ്പോൾ അവൻ കല്യാണം കഴിക്കുന്നില്ല, അവൻ ഇവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു. ആ സമയത്ത് ആരോ ചോദിച്ചു, അനിയനും ചേട്ടനും കൂടി ഒരു ഭാര്യയാണെന്ന്. അങ്ങനെയാണ് എന്താ, എൻ്റെ കുടുംബത്തിലെ കാര്യമില്ലേ, നിങ്ങളാരും തലയിടണ്ട എന്ന് പറഞ്ഞു. അതോടുകൂടി ആൾക്കാർക്ക് ഏകദേശം മനസ്സിലായി. പിന്നീട് പതുക്കെ നാട്ടുകാർ അംഗീകരിക്കുകയും ചെയ്തു. മാഡം, 7 വർഷത്തിന് മുമ്പാണ് എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയത്, സ്കൂട്ടർ ആക്സിഡൻറ്റിൽ. പിന്നീട് അനിയൻ എൻ്റെ യഥാർത്ഥ ഹസ്ബൻഡ് സ്ഥാനത്തേക്ക് വരികയും ചെയ്തു. ഞങ്ങൾക്ക് ആകെ ഒരു കുട്ടിയുള്ളൂ, പെൺകുട്ടിയാണ്. അവൾക്കിപ്പോൾ 20 വയസ്സ്. ചെറുപ്പം മുതലേ അവൾക്ക് മനസ്സിലായിരുന്നു 2 അച്ഛന്മാർ അവൾക്കുണ്ടെന്ന്. അതിൻ്റെ പ്രത്യേകതകളെപ്പറ്റി അവൾ ചോദിച്ചിട്ടുണ്ട്. ചെറുപ്പകാലത്ത് പറയാൻ പറ്റിയില്ലെങ്കിലും SSLC ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് തന്നെ മാഡം, അവൾക്ക് ബെല്ലുമില്ല, ബ്രേക്കുമില്ല. ആണുങ്ങളോടൊക്കെ അങ്ങോട്ട് കയറി ഇങ്ങ് സംസാരിക്കും. അതുമാത്രമല്ല, ഈ വിഷയങ്ങളിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. വെട്ടിത്തുറന്ന് പല കാര്യങ്ങളും പറയും. അമ്മായിമ്മ ഇപ്പോഴുമുണ്ട് ആരോഗ്യത്തോടുകൂടി. പുള്ളിക്കാരിക്ക് ഒരു പ്രശ്നവുമില്ല. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും കൊച്ചുമകളെ പ്രോത്സാഹിപ്പിക്കും. അയ്യോ, എൻ്റെ കുഞ്ഞിന് ഇതിലൊക്കെ എന്ത് ഇൻട്രസ്റ്റാണ്, ഭയങ്കര വിവരം ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്ന് പറഞ്ഞ്. പെണ്ണിനാണെങ്കിൽ ബെല്ലും ബ്രേക്കുമില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും, പിന്നെ അമ്മയ്ക്ക് 2 ഭർത്താക്കന്മാരുണ്ട്, ഞാൻ അതിൽ ആരുടെ കുട്ടിയാണെന്ന് അമ്മയ്ക്ക് അറിയാമോന്ന്. ഞാൻ കൈ മലർത്തും. മാഡം, സത്യം പറഞ്ഞാൽ അറിയുകയില്ല. അമ്മായിമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത്, എന്തായാലും നിന്നെ കല്യാണം കഴിച്ചത് എൻ്റെ മൂത്ത മോനല്ലേ, മൂത്ത മോൻ്റെ കുട്ടിയാണെന്ന് അറിയപ്പെട്ടാൽ മതി, അവൾ എന്തായാലും ഇളയ മകൻ്റെ കുട്ടിയല്ല എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. എൻ്റെ അനിയൻ വന്നു കഴിഞ്ഞ പിന്നാണ് ഈ കുട്ടി ഉണ്ടായത്. അപ്പോൾ അനിയൻ്റെ കുട്ടി തന്നെയാണെന്ന് എനിക്ക് 100% ഉറപ്പാണ്. പക്ഷേ എന്നാലും ഭർത്താവും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അമ്മാമ്മ പറഞ്ഞു, നീ ആ ലോജിക്ക് ചിന്തിക്കണ്ട, നിന്നെ കല്യാണം കഴിച്ച ആളുടെ കുട്ടിയാണെന്ന് വിചാരിച്ചാൽ മതിയെന്ന്. എന്തായാലും പിന്നീട് കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. അനിയൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഉണ്ടെങ്കിലും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോയെങ്കിലും പിന്നീട് സ്വാഭാവികമായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. ഇനിയൊരു കുട്ടി വേണമെന്ന് വെച്ചിട്ട് ട്രീറ്റ്മെൻറ്റിന് പോയിട്ടുമില്ല. ഒന്നുണ്ടല്ലോ, അത് മതി എന്ന് വിചാരിച്ചു. 2 അച്ഛന്മാരും അമ്മായിമ്മകളെ ലാളിച്ച് പെണ്ണിനെ വഷളാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അമിതമായ സ്വാതന്ത്ര്യമുണ്ട്. മാഡം, സൗന്ദര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു സുന്ദരിയാണ്. പലരും സീരിയലിലൊക്കെ അഭിനയിക്കാൻ വിടാമെന്ന് പോലും ഈ അടുത്ത കാലത്ത് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എന്തായാലും അതിനൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് പറ്റിയത് പറ്റാണോ നല്ലതാണോ എന്നറിയില്ല. 2 ആണുകൾ എൻ്റെ ജീവിതത്തിലുള്ളത് കൊണ്ട് എനിക്ക് ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. എങ്കിലും എങ്ങനെയാണ് മാഡം അതിലൊക്കെ മകളെ പ്രോത്സാഹിപ്പിക്കുക? അതുകൊണ്ട് കുറച്ച് സദാചാരമൊക്കെ ഞാൻ പറയാറുണ്ട്. പെണ്ണിനതൊന്നും ഇഷ്ടമല്ല. അമ്മായിമ്മയ്ക്ക് ഇപ്പോഴും ആരോഗ്യമുള്ളത് കൊണ്ട് അവളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇപ്പോഴുള്ള എൻ്റെ അനിയൻ, എൻ്റെ ഹസ്ബൻഡ്, അങ്ങേരെ എല്ലാ കാര്യത്തിനും കൂട്ടു നിൽക്കുകയും ചെയ്യും. അങ്ങേരുടെ മോളാണെന്ന് ഞാൻ പറയാറുണ്ട്.
പക്ഷെ പുള്ളി പറഞ്ഞത് സാരമില്ല, ചേട്ടൻ്റെ മോളായിട്ടിരുന്നാൽ മതി എന്നാണ്. സാങ്കേതികപരമായി പുള്ളിയാണ് അച്ഛനെന്ന് പുള്ളിക്ക് തന്നെ അറിയാം, എങ്കിലും സമ്മതിക്കില്ല, ചേട്ടൻ്റെ മോള് തന്നെയാണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. ഇപ്പോൾ യഥാർത്ഥത്തിൽ അച്ഛൻ്റെ സ്ഥാനം അദ്ദേഹത്തിന് തന്നെയാണ്, എങ്കിലും അദ്ദേഹം കൊച്ചച്ച എന്നുള്ള വിളി കേൾക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അവളും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്, അല്ലാതെ അച്ഛ എന്നൊന്നും വിളിക്കാറില്ല. ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ. ഇനിയിപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാഡം, ഏകദേശം 3 മാസത്തിന് മുമ്പാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. ഏകദേശം 2 വർഷത്തിന് മുമ്പ് അവൾ എൻ്റെ ഭർത്താവിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, കൊച്ചച്ച നിങ്ങൾ ജിമ്മിൽ പോകണം, ജിമ്മിൽ പോയേ പറ്റുമെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് പോകാനൊന്നും വയ്യാടി, ബിസിനസ്സും തിരക്കൊക്കെ ഉണ്ട്. ഇല്ല, പോയേ പറ്റൂ, പോകണം, കൊച്ചച്ചൻ പോയേ പറ്റൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. അങ്ങനെ കഴിയുമ്പോഴേക്കും അവളുടെ നിർബന്ധത്തിന് ഇടയ്ക്കും പിഴയ്ക്കൊക്കെ പോകുമായിരുന്നു. കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് അവൾ പിന്നെയും സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു, പോയേ പറ്റൂ, 6 പാക്ക് ഉണ്ടാക്കി കാണിക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളിയോട് ഭയങ്കരമായിട്ട് വഴക്കും വെക്കാനൊക്കെ ആയിരുന്നു. പുള്ളിയാണെങ്കിൽ ഇവളെ കുഞ്ചിച്ചോണ്ടിരിക്കുകയല്ലേ. അങ്ങനെ വഴക്കൊക്കെ ആയതുകൊണ്ട് ഈ അടുത്ത കാലത്ത് എന്ന് വെച്ചാൽ 8 മാസമായി കാണും സ്ഥിരമായിട്ട് ജിമ്മിൽ പോകാൻ തുടങ്ങി. മാഡം, ഇപ്പോൾ അവൾ പറഞ്ഞത് കേട്ടിട്ട് എല്ലാ രീതിയിലും നല്ല ജിം ബോഡിയായിട്ട് വന്നിരിക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവാണെന്ന് പറയില്ല, എൻ്റെ മകനാണെന്ന് പറയും. അത്രയ്ക്കും പുള്ളി അവൾ മാറ്റിയെടുത്തു. എന്തായാലും മോളുടെ താളത്തിന് തുള്ളുന്ന ഒരച്ഛനായിട്ടാണ് പുള്ളിയുടെ നടപ്പ്. ഇപ്പോൾ ആണെങ്കിൽ മുടിയെല്ലാം ഡൈ ചെയ്ത് താടിയും മറ്റും എല്ലാം ഭയങ്കര പെർഫെക്റ്റായിട്ട് മോഡേൺ മനുഷ്യനായിട്ടാണ് നടക്കുന്നത്. എന്നിട്ട് എന്നെ കളിയാക്കും. ഇപ്പം അമ്മയെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി പ്രായമുണ്ട്, അമ്മ സുന്ദരിയായ ഒരു വല്യമ്മ, എൻ്റെ കൊച്ചച്ഛനാണെന്നുണ്ടെങ്കിൽ സൂപ്പർ സുന്ദരൻ, ഞങ്ങൾ രണ്ടുപേരും കൂടി സീരിയൽ അഭിനയിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയും. അതൊക്കെ ഒരു തമാശയായിട്ടേ ഞാൻ എടുത്തുള്ളൂ. ഒരു ദിവസം മാഡം, ഞാൻ 2 പേരും കൂടെ മുറിയിൽ നിന്ന് സംസാരിക്കായിരുന്നു. അടുക്കളയിൽ നിന്ന് ഞാൻ ചായ ഇട്ട് സർപ്രൈസായിട്ട് സ്നാക്കും കൊണ്ട് അവരുടെ മുറിയിലേക്ക് ചെന്നാണ്. അപ്പോൾ ഞാൻ കണ്ട കാഴ്ച എനിക്ക് സഹിക്കാൻ പറ്റുന്നല്ല. അവളുടെ കൈ വേറെ ഏതോ മേഖലകളിൽ സഞ്ചരിക്കുകയാണ്. അവൾ അയാളോട് ചേർന്നിരിക്കുകയാണ്. ചലനത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ എനിക്ക് കാണാം മാഡം. ആ സമയത്ത് ഞാൻ അങ്ങോട്ട് ചായ കൊണ്ട് ചെല്ലുമെന്ന് അവർ വിചാരിച്ചതേയല്ല. കാരണം ഞാനന്ന് സർപ്രൈസായിട്ടൊരു പലഹാരം ഒരുക്കിയിരുന്നു, അതുകൊണ്ടാണ് അങ്ങോട്ട് ചെന്നത്. അല്ലെങ്കിൽ ഞാൻ ടേബിളിലേക്ക് വിളിക്കുകയുള്ളൂ, 2 പേരും കൂടെ വല്ല ഗെയിമോ മറ്റോ കളിക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടേ. പക്ഷേ ഇവിടെ കളിക്കുന്ന ഗെയിം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഷൗട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും 2 പേരും തെന്നിമാറി. ഞാൻ ദൃഷ്ടാന്ത സഹിതം കണ്ടു എന്ന് മനസ്സിലായി. പുള്ളിക്കാരൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ സംസാരിച്ചു. എനിക്ക് ദേഷ്യം കൊണ്ട് നിൽക്കക്കള്ളിയില്ലാതായി. 2 പേരെ ഞാൻ വാൽ തോന്നിയതൊക്കെ പറഞ്ഞു. 2 പേരും കുറച്ചു നേരം അത് കേട്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മകൾ പൊട്ടിത്തെറിച്ചു. അമ്മയ്ക്കിത് പറയാനുള്ള യാതൊരു അവകാശവുമില്ല. വന്നപ്പോൾ തന്നെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ അനിയനെയും കൈക്കലാക്കിയ ആളല്ലേ. ഞാൻ പറഞ്ഞു, അത് സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിച്ചു പോയതാണ്, അതുപോലെയാണോ അതെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അതുപോലെ തന്നെ ഇത്, ഒരു പ്രശ്നമില്ല. അമ്മയല്ലേ പറഞ്ഞത് മരിച്ചുപോയ അച്ഛൻ്റെ മോള ഞാനെന്ന്, ഇതെൻ്റെ കൊച്ചച്ഛനല്ലേ. അങ്ങനെ നോക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് തമ്മിൽ എന്തുമാകാമല്ലോ എന്ന്. ആരടി പറഞ്ഞത് ഇങ്ങനെയുള്ള വൃത്തികേടുകളൊക്കെ നിന്നോട്? നീ കയറി മല കയറി പോകുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, അമ്മയുടെ സദാചാരം എനിക്ക് ആപ്ലിക്കബിൾ ആണ്, എനിക്ക് ഒരു പ്രശ്നവുമില്ല. എനിക്ക് കൊച്ചച്ഛനോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് തോന്നുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ എൻ്റെ രൂപത്തിൽ ആക്കിയെടുത്തു. ഇത് എൻ്റെ മാത്രം റിസ്ക്കാണ്, ഞാൻ സഹിച്ചോളാം. അമ്മയ്ക്കാകാമെങ്കിൽ എനിക്കും ആകാമെന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടും അവൾക്ക് യാതൊരു കൂസലുമില്ല. എന്നോട് വാഗ്വാദം തുടരുകയാണ്. അപ്പോഴേക്കും അമ്മ വന്നു. അമ്മായിമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അമ്മായിമ്മ പറയുകയാണ്, നീ ഇങ്ങി പോരെ, ബാ ബാ എന്ന് പറഞ്ഞ് എന്നെ കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് പോയി. എന്നിട്ട് പറയുകയാണ്, അവളെ നീ നിയന്ത്രിക്കാനൊന്നും പോകണ്ട, അവൾ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന്. ഞാൻ പറഞ്ഞ, അമ്മ എന്തായി പറഞ്ഞത്? ചേട്ടനും അനിയനും ഒരാളുടെ ഭർത്താവാകുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. പക്ഷേ ഇതങ്ങനെയാണോ? ഇവളുടെ സ്വന്തം അച്ഛനല്ലേ ഇത്? അപ്പോൾ അമ്മ പറയുകയാണ്, അതൊക്കെ നിനക്കങ്ങനെ അറിയാം, അത് എൻ്റെ മൂത്ത മോൻ്റെ കുട്ടിയാണെന്ന്. അമ്മയ്ക്ക് എന്തെങ്കിലും DNA ടെസ്റ്റ് വല്ലതും ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? അമ്മ എങ്ങനെ മനസ്സിലാക്കിയത്? അപ്പോൾ അമ്മ എന്നോട് തിരിച്ചു ചോദിക്കുകയാണ്, നിനക്കെങ്ങനെ മനസ്സിലായത് ഇത് ഇളയാളുടെ കുട്ടിയാണെന്ന്? അമ്മേ, എനിക്ക് മനസ്സിലാകില്ലേ, ഞാൻ ഒരു പെണ്ണല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഇതൊന്നും ഗണിച്ചറിയാൻ പറ്റില്ല. നീ 2 പുരുഷന്മാരെയും ഒരേ സമയം സ്വീകരിച്ച ആളാണ്. അതുകൊണ്ട് കൂടുതൽ കഥയൊന്നും ഇറക്കണ്ട. എന്നാലും ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? അച്ഛനിൽ പാതിയല്ലേ കൊച്ചച്ഛൻ. നീ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണ്ട. നമ്മൾ കണ്ടില്ല എന്നടിക്കുക. പണ്ട് നിൻ്റെ കാര്യത്തിൽ ഞാൻ മുൻകൈ എടുത്തില്ലായിരുന്നെങ്കിൽ നിൻ്റെ ജീവിതവും ഈ വീട്ടിലെ സിറ്റുവേഷനുമൊക്കെ
എന്താകുമായിരുന്നു എന്ന് അമ്മായിമ്മ പറയുകയാണ്. ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും അമ്മായിമ്മയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല. അത് നീ വെറുതെ വിട്ടേക്കുക, അവർ തമ്മിൽ അങ്ങനൊന്നും കാണില്ല, അഥവാ ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്ന് പറയുകയാണ് മാഡം. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു വരുത്തി കുറേ സംസാരിച്ചു. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഹസ്ബൻഡ് പറയുകയാണ്, ഞാൻ ഇതുവരെയും അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷേ അവളാണ് എന്നോട് സ്നേഹം പ്രകടിപ്പിച്ച് എന്നെ നിർബന്ധിച്ച് ഇതിനെല്ലാം വിട്ടത്. ഇപ്പോൾ അവൾ ഞാൻ വരുമ്പോഴേക്കും ഓടി വന്ന് എന്നെ ഹഗ് ചെയ്യുക, അത് കഴിഞ്ഞ ശേഷം അവൾ പറഞ്ഞതുപോലെ എൻ്റെ ബോഡി പാർട്സ് 6 പാക്ക് ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക, ശ്രദ്ധിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛനോടുള്ള സ്നേഹക്കൂടുതലാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അങ്ങനെയല്ലെന്ന് എനിക്ക് തോന്നി. എന്നാലും എനിക്കറിയില്ല, അവൾ വരുമ്പോഴേക്കും എനിക്ക് ഒരു കാര്യത്തിലും കൺട്രോളില്ല, പിടിവിട്ട് പോവുകയാണ്. അവളെന്നോട് തുറന്നു പറഞ്ഞു, എനിക്ക് നിങ്ങളെയാണ് ഇഷ്ടം, കൊച്ചച്ഛനല്ലാതെ വേറെ ആരും വേണ്ട, കല്യാണമൊക്കെ പിന്നല്ലേ കഴിക്കുള്ളൂ, അതുവരെ നമുക്കിങ്ങനെ പോകാം എന്ന് പറയുന്നു. എനിക്കും ഒരു ചേഞ്ച് ആവശ്യമാണെന്ന് തോന്നുന്നു. എത്ര നാളാണ് ഇങ്ങനെ പോവുക? ഞാൻ ചോദിച്ചു, എങ്ങനെ പോകുക എന്ന് പറഞ്ഞപ്പോൾ, കുറേ വർഷമായില്ലേ നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട്, പിന്നെ ഞാൻ നിന്നെ ലീഗലായിട്ട് കല്യാണവും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കും ഇപ്പോഴത്തെ കാലത്തിന് ഇനി പെണ്ണൊന്നും കിട്ടില്ല, അതുകൊണ്ട് ഇതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന് പറയുകയാണ് മാഡം. ഞങ്ങൾ രണ്ടുപേരും കൂടി അന്ന് വഴക്കുണ്ടാക്കിയെങ്കിലും എൻ്റെ മകളും അവളുടെ അച്ഛൻ, അല്ലെങ്കിൽ കൊച്ചച്ഛൻ എന്ന് വിളിക്കാം, പുള്ളിയും തമ്മിലുള്ള ബന്ധം കൂടിക്കൂടി വന്നതേയുള്ളൂ. രണ്ടുപേരും ഇണപിരിയാത്ത അരയന്നങ്ങളെപ്പോലെ ഇങ്ങനെ നടക്കുകയാണ്. പല കേളി വിലാസങ്ങളും എൻ്റെ കണ്ണുകളിൽ വെച്ച് കാണിക്കുകയാണ്. എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഇരിക്കാനും നിൽക്കാനും വയ്യ. ഞാൻ ആദ്യമൊക്കെ ഭർത്താവിനെ ഒത്തിരി ഉപദേശിച്ചു, കാര്യം അദ്ദേഹത്തിന് എപ്പോഴും എന്നോട് നല്ല താല്പര്യമുണ്ട്. ഈ വയസ്സിലും ഞങ്ങൾ മധുവിധ കാലത്തിൽ കൂടി കടന്നു പോവുകയാണ്. പക്ഷേ പുള്ളി തർക്കിക്കുകയാണ്, ഇത് എൻ്റെ മോളൊന്നുമല്ല, ചേട്ടൻ്റെ മോള് തന്നെയാണ്. കാര്യം അങ്ങനെയായിരുന്നെങ്കിൽ നമ്മൾ നീണ്ട കാലം ഒന്നിച്ചു കഴിഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് പിന്നെയും കുട്ടികൾ ഉണ്ടായേനെ. അപ്പോൾ എനിക്ക് കുട്ടികളൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ഇത് ശരിക്കും ചേട്ടൻ്റെ കുട്ടി തന്നെയാണ്, ആണെങ്കിൽ എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും പുള്ളി പറയുകയാണ്, ആ ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, തടസ്സങ്ങൾ മാറിക്കിട്ടി, അവളുടെ ആഗ്രഹത്തിന് കൂട്ടുനിൽക്കുകയാണ്. ചെറുപ്പത്തിൽ മുതൽ ഞാൻ അങ്ങനെ തന്നെയാണ്, അവളുടെ ഇഷ്ടമാണ് എൻ്റെയും ഇഷ്ടം എന്ന് പറഞ്ഞു. ആദ്യമൊക്കെ സ്നേഹപ്രകടനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാഡം, അതിൽ കടക്കുമ്പോൾ ഞാൻ വഴക്കുണ്ടാക്കാറുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ പറയും, അമ്മ എത്ര വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഒന്നുമില്ല, ഇത് തുടരുമെന്ന്. മാഡം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും അവളാണെങ്കിൽ എൻ്റെ മുറിയിൽ നിന്ന് വന്ന് ഭർത്താവിനെ വിളിച്ചുകൊണ്ട് അവളുടെ മുറിയിലേക്ക് പോയി. അന്ന് എനിക്ക് ഇരിക്കപ്പുറതിയില്ലായിരുന്നു. ഞാൻ അവരുടെ മുറിയിലൂടെ പോയി തട്ടുകയും മുട്ടുകയും ചെയ്തു. പക്ഷേ രണ്ടുപേരും കതക് തുറന്നതേയില്ല. അമ്മായിമ്മ വന്ന് എന്നോട് പോയി കിടന്നുറങ്ങാൻ പറഞ്ഞ് വഴക്ക് പറയുകയും ചെയ്തു. വളരെയധികം നിരാശയോടു കൂടിയാണ് ഞാൻ പോന്നത്. അന്നവിടെ ശബ്ദങ്ങൾ എനിക്ക് കേൾക്കാമെന്ന് തോന്നി. എൻ്റെ മനസ്സിലെ ശബ്ദങ്ങളാണോ അല്ലാത്തവയാണോ എന്നെനിക്കറിയില്ല. ആ ഒരു രാത്രി കഴിഞ്ഞതോടുകൂടി രണ്ടുപേർക്കും വലിയ സ്വാതന്ത്ര്യമായി. രണ്ടുപേരും ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ്. എൻ്റെ മുന്നിൽ വെച്ച് പുള്ളി പല കാര്യങ്ങളും കാണിക്കാറുണ്ട്. എനിക്കാണെങ്കിൽ അത് കാണുമ്പോൾ വല്ലാത്ത ദേഷ്യവും പ്രശ്നങ്ങളുമൊക്കെയുണ്ട്. അവൾക്കാണെങ്കിൽ പുള്ളിയോട് ഇപ്പോൾ കൊച്ചച്ഛൻ എന്നുള്ള മനോഭാവമൊന്നുമല്ല, അല്ലാത്ത രീതിയിൽ ഭർത്താവിനോട് സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. ഞാൻ അവളോട് പറഞ്ഞു, എടി അങ്ങനെയല്ല, നിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റണമെന്ന്. അപ്പോൾ അവൾ പറയുകയാണ്, രണ്ട് ഭർത്താക്കന്മാരുള്ള നിങ്ങൾ ഒന്നും പറയാൻ വരണ്ടാന്ന്. അത് മാത്രമല്ല, അമ്മായിയമ്മ പൂർണ്ണ സപ്പോർട്ടാണ് മാഡം. എന്ത് പറഞ്ഞാലും അമ്മായിയമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം ഹസ്ബൻഡ് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, പണ്ടത്തെ പോലെ തന്നെ നിങ്ങൾ ഒരു പുതിയ ചക്രം ഉണ്ടാക്കിയെടുക്കുകയാണോന്ന്. നീ എന്താ പറഞ്ഞതെന്ന് ഹസ്ബൻഡ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല 3 ദിവസം നിങ്ങൾ, അത് കഴിയുമ്പോൾ ചേട്ടൻ, അങ്ങനെയായിരുന്നല്ലോ എന്ന്. ആ, അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താണ്, നീയും നിൻ്റെ അമ്മായിയമ്മയും, അതിൽ ഞാൻ വീണു പോയതാണ്. ഇനിയിപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും. മോൾക്ക് 4 ദിവസം, നിനക്ക് 3 ദിവസം. എന്താ പണ്ടത്തെ ചക്രം ആവർത്തിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു. അതിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കി മാഡം. അപ്പോൾ ഹസ്ബൻഡ് പറയുകയാണ്, ഇനി ഒരിക്കലും ഒരു ചക്രവും നിനക്ക് ആവർത്തിക്കില്ല, ഞാനിനി എപ്പോഴും എൻ്റെ മോളുടെ കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഞാൻ ഓർത്തു, അമ്മായിയമ്മയ്ക്കെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന്. ഈ വയസ്സാം കാലത്തും അവരത് പ്രോത്സാഹിപ്പിക്കുകയാണ്. സാരമില്ലടി, കണ്ണടയ്ക്ക്, വീട്ടിലെ കാര്യങ്ങളല്ലേ, അത് സാരമില്ല,
പണ്ട് നീ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇത്രയും കാലം നീ ജീവിച്ചു. നിന്റെ മോളും നിന്നേക്കാൾ മികച്ചതായി ജീവിക്കട്ടെ. ഇനിയത്തെ കാലത്തെങ്കിലും പിള്ളേരെയൊക്കെ സ്വതന്ത്രമായിട്ട് ജീവിക്കേ. എൻ്റെ മോനും ഒരു മോനല്ലേ ഉള്ളൂ, അവനും എൻജോയ് ചെയ്ത് ജീവിക്കട്ടെ എന്ന രീതിയിലാണ് അവർ പറഞ്ഞത്. പണ്ടവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ആഹ്ലാദമുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ടെൻഷനും വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ് മാഡം. എൻ്റെ കൺമുന്നിൽ വെച്ചിട്ടാണ് അവർ രണ്ടുപേരും കൂടി അവിടെ. മാഡം, ഞാൻ പലപ്പോഴും നേരിട്ടെപ്പോഴും കാണാറുണ്ട്. എന്നെ കാണിക്കാൻ വേണ്ടി രണ്ടുപേരും കൂടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ ഇവിടെ വിവരിക്കാൻ പറ്റുന്നില്ല. ഹസ്ബൻഡ് ഇപ്പോൾ എൻ്റെ റൂമിലല്ല താമസം, അവളുടെ റൂമിലാണ്. അവർ വേറെ ലോകത്താണ്. എന്നെ ഒറ്റപ്പെടുത്തുകയാണ്. ഞാൻ ഇടയ്ക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് പറഞ്ഞു, ഞങ്ങളുടെ ബന്ധം നീ അംഗീകരിക്കുക. 3 ദിവസം നിൻ്റെ റൂമിൽ, ബാക്കിയുള്ള ദിവസങ്ങളിൽ മോളെ ശ്രദ്ധിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് പോകുമെന്ന് പറയുകയാണ് മാഡം. അമ്മായിമ്മയ്ക്ക് ഇതിലൊക്കെ സന്തോഷമാണ്. ഈ ഫാമിലി വളരെ കുഴപ്പം പിടിച്ചതാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഞാൻ പണ്ട് ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായി. പക്ഷേ ഇത് തിരുത്താനും പറ്റുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിയാണ് കാര്യം. അസ്ഥിവാരം മോശമായി കഴിഞ്ഞാൽ ബാക്കി എല്ലാം പണിത് ഉയർത്തുന്നത് മോശമായിരിക്കും. അപ്പം നിങ്ങൾ ആദ്യകാലങ്ങളിൽ നടന്ന കാര്യങ്ങൾ തന്നെ അമ്മായിമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നല്ല രസമാണല്ലോ എന്ന് സ്വീകരിച്ചു. ഇപ്പം മകൾക്ക് ആ കഥ കേട്ട് വളർന്നു വന്നതുകൊണ്ട് ഇതിലൊന്നും ഒരു തെറ്റും തോന്നുന്നില്ല. 10 ഗുണം 10 ഗുണം. നിങ്ങളുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡ് അങ്ങനെ തന്നെ. അങ്ങേര് വെറുതെ ഇരിക്കുമായിരുന്നു. അങ്ങേരോട് പറഞ്ഞു, ആ ചേട്ടത്തി അവിടെ ഉണ്ടല്ലോ എന്ന്. അങ്ങനെ അയാളുടെ ജീവിതവും നിങ്ങളുടെ അമ്മായിമ്മ കുളമാക്കി. ഇപ്പോഴും നിങ്ങളുടെ അമ്മായിമ്മ പ്രായമായെങ്കിലും സപ്പോർട്ടാണ്. ഈ സിറ്റുവേഷനിൽ ഇവിടെ ആർക്കാണ് ഇത്തരം കാര്യങ്ങളിൽ സത്യസന്ധതയും സദാചാരവും ഉള്ളത്? ആർക്കുമില്ല. അങ്ങനൊരു സിറ്റുവേഷനാണ്. അവിടെ ഇപ്പോൾ നോർമലായുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് തെറ്റാണ്. ഇനിയിപ്പോൾ ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങളും ഇവരെല്ലാവരും കൂടെ ചേർന്നൊരു കൗൺസിലിങ്ങിന് പോകണം. അവിടെ പോയിരുന്ന് കുത്തിയിരുന്ന് ഇതിനെ നെല്ലും പതിരും വേർതിരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊക്കെ ബോധോദയം ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളത് കണ്ടില്ല എന്നടിക്കുക. നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി അവിടെ ജീവിക്കുക. അല്ലെങ്കിൽ അവരുമായി സപ്പോർട്ട് ചെയ്ത് പോവുക. നിങ്ങൾ സദാചാരക്കാരിയായിട്ട് ഭാവിക്കേണ്ട. ഞാൻ ഇതിനേക്കാൾ കൂടുതൽ തെറ്റ് ചെയ്തവളാണല്ലോ, അപ്പോൾ ഈ ഒരു രീതിയിലായിക്കോട്ടെ എന്ന് വിചാരിക്കാം. അങ്ങനെ ജീവിക്കുക. പക്ഷേ അത് ശരിയായ രീതിയാണെന്ന് എനിക്ക് ഒരിക്കലും അഭിപ്രായമില്ല. അങ്ങനെ ഒരിക്കലും ആകുകയും ചെയ്യരുത്. മകൾ ഈ നിലയിലേക്ക് പോകുന്നത് വളരെ ഒരു അധപ്പതനമാണ്. അവൾക്ക് കൗൺസിലിംഗ് കൊടുത്ത് അവളെ ഈ രീതിയിലല്ലാതെ നേർവഴിക്ക് നയിക്കാൻ നിങ്ങൾക്ക് പറ്റണം. നിങ്ങളുടെ ഭർത്താവിനെയും കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ അമ്മായിമ്മയുടെ കാര്യങ്ങൾ വിചാരിക്കാതെ നിങ്ങൾ നന്നായി തിങ്ക് ചെയ്ത് അവളെ നേർവഴി കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുമോ എങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ് എടുത്ത് അവളെ കൊണ്ടുപോയി കൗൺസിലിംഗ് കൊടുത്ത് നിങ്ങളും നിങ്ങൾക്ക് പറ്റിയ തെറ്റ് അവളോട് പറഞ്ഞ് മനസ്സിലാക്കി അവളെ നല്ല രീതിയിൽ ബോധവൽക്കരിക്കാൻ നോക്കുക. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക. കാര്യം മാതാപിതാക്കൾ മാതൃകയാണെന്ന് പറയുക, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം മാതൃകാപരമായി ചെയ്യുകയാണെങ്കിൽ മറ്റൊരാളോട് പറയാം, ദേ ഞാൻ കാണിച്ചൊരു മാതൃകയാണ്, നിങ്ങൾ അങ്ങനെ കാണിക്കുന്നു. അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം അവർ പറഞ്ഞത് കേട്ട് നിൽക്കാനല്ലേ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ കുരു കഴിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അത് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ കൊള്ളാം, ഇല്ലെങ്കിൽ അതിന് അനുസരിച്ച് ഒഴുകേണ്ടി വരും. അവിടെ അപ്പോൾ സദാചാരം പറഞ്ഞ് കേണ് കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല.